ഇത്തരത്തിലൊരു പ്രസ്താവന സംഘപരിവാരത്തെ സഹായിക്കുന്ന മുസ്ലിം ജനസാമാന്യത്തെ വല്ലാതെ പ്രയാസപ്പെടുന്ന മോഡി ഭരണകൂടത്തെ വെള്ളപൂശുന്നതായിപ്പോയി എന്ന് പറയാതിരിക്കാൻ യാതൊരു തരത്തിലുമുള്ള നിർവാഹമില്ല. പ്രധാനമന്ത്രിയെ കണ്ടതിനു ശേഷം കാന്തപുരം നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരള മുസ്ലിം യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന അധ്യക്ഷൻ ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി മീഡിയയോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരെന്നാണ്. അത് ശരിയാണോ? അദ്ദേഹം കേരളത്തിൽ അവഗണിക്കാനാകാത്ത, നിഷേധിക്കാനാകാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം നടത്തിയ പ്രസ്താവന ആശങ്കയുണർത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മോദി ഭരണത്തിന് കീഴിൽ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് സംഘപരിവാരത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി അത് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായ കാസർഗോഡ് കഴിഞ്ഞ ദിവസമാണ് വാർത്താ മാധ്യമങ്ങളിൽ വന്നത്, SIR മുഖേന ഒരാളുടെ പൗരത്വം പോലും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അസമിൽ അവിടുത്തെ മുഖ്യമന്ത്രി മുസ്ലിം ജനസാമാന്യത്തെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനയുടെ എല്ലാ സംവിധാനങ്ങളും താൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് ലോകാവസാനം വരെയും പുനർനിർമ്മിക്കപ്പെടില്ല എന്ന് പറയുന്നത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. സാംസ്കാരികമായി, കായികമായി മുസ്ലിം ജനസാമാന്യം കടുത്ത പ്രതിസന്ധികൾ, വംശീയമായ അപരത്വം അടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവന സംഘപരിവാരത്തെ സഹായിക്കുന്ന മുസ്ലിം ജനസാമാന്യത്തെ വല്ലാതെ പ്രയാസപ്പെടുന്ന മോഡി ഭരണകൂടത്തെ വെള്ളപൂശുന്നതായിപ്പോയി എന്ന് പറയാതിരിക്കാൻ യാതൊരു തരത്തിലുമുള്ള നിർവാഹമില്ല. ആ പ്രസ്താവന വന്നതിൻ്റെ തൊട്ടുപുറകെ കേരളത്തിലെ ഏറ്റവും കടുത്ത വിദേശ പ്രചാരകരായ RV ബാബുവും ശശികലയും ഒക്കെ അടക്കമുള്ളവർ കാന്തപുരത്തിൻ്റെ പ്രസ്താവന നിങ്ങൾ നോക്കൂ എന്ന നിലക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് നിരന്തരമായി വിദേശ പ്രചരണം നടത്തുകയും കടുത്ത വംശീയമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ ശേഷം തങ്ങൾ മുസ്ലിമീങ്ങളുടെ സംരക്ഷകരാണ് എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യാധിഷ്ഠിതമായ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ആ സമീപനത്തെ വെള്ളപൂശുന്നതായിപ്പോയി ഇത്തരത്തിലുള്ള ഒരു നിലപാട് എന്നുള്ളതിൽ യാതൊരു തരത്തിലുമുള്ള സംശയമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. മോദിയുടെ കീഴിലല്ല, പകരം ഭരണഘടനയുടെ കീഴിലാണ് മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ആ പ്രസ്താവന കണ്ട് അത്ഭുതമാണ് തോന്നിയത്. കാരണം മുസ്ലിം ജനസാമാന്യത്തെ പ്രതിനിധീകരിച്ച് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, ആ ജനസാമാന്യത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നടത്തുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്വാഗതാർഹം തന്നെയാണ്. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരാൾ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുവാൻ പാടില്ല. കാരണം അത് സംഘപരിവാറിൻ്റെ വാദങ്ങളെ വെള്ളപൂശുന്നതായി തീരും എന്നുള്ളതിൽ യാതൊരു തരത്തിലുമുള്ള സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘടനയും നടത്തിയ പ്രസ്താവനയിൽ നിന്നും തീർച്ചയായും മാറി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആ പ്രസ്താവനയെ തിരുത്തുകയും മുഖ്യമന്ത്രിയെ ഒരു മുസ്ലിം സംഘടനാ നേതാവ് സന്ദർശിക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള അപാകത ചൂണ്ടിക്കാട്ടാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ സന്ദർശിക്കാം. പ്രധാനമന്ത്രി അവരുടെ സമ്മേളനത്തിലേക്ക് വിളിക്കുന്ന ഒരു സംഘടനാപരമായ കാര്യമാണ്. പക്ഷേ ഒരു മുസ്ലിം ജനസാമാന്യത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നിർവഹിക്കുന്ന ഒരു സംഘടനാ നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന തീർത്തും നിരുത്തരവാദപരമായി പോയി എന്ന് മാത്രമല്ല, അപകടകരം കൂടിയാണ്. കാരണം അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ വംശീയ ഉന്മൂലന ശ്രമങ്ങളെ, വർഗീയ ശ്രമങ്ങളെ വെള്ളപൂശുന്നതായി പോയി ആ പ്രസ്താവന എന്നുള്ളതാണ് പറയുവാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അപകടകരമായിട്ടുള്ള പ്രസ്താവന തിരുത്തണമെന്ന് തന്നെയാണ് കേരള മുസ്ലിം യൂത്ത് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ രാജീവിനോടൊപ്പം RB സനു, മീഡിയ 1.